ലൈസൻസും RC ബുക്കും ആളുകൾക്ക് കിട്ടാതെയായിട്ട് മാസങ്ങളായി. അതിനെന്തെങ്കിലും പരിഹാര മാർഗ്ഗം ഇപ്പോൾ സർക്കാർ മുന്നിൽ കണ്ടിട്ടുണ്ടോ? അല്ല, സർക്കാർ ഉടനെ എൻ്റെ പേയ്മെൻറ്റ് നടത്തുന്ന മാത്രമല്ല, പേയ്മെൻറ്റ് റെഡിയാണ്. പക്ഷേ അതിന് ചില സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിച്ച് ഉടൻ തന്നെ ലൈസൻസ് വരും. ഒരു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കും, ഒരു ചർച്ച വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സാങ്കേതികമായ പ്രശ്നങ്ങളാണ്, നിയമപരവും സാങ്കേതികമായ പ്രശ്നങ്ങളാണ്. അത് ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് വർഷമായിട്ട് ഇതിൻ്റെ പേരിൽ ഇങ്ങനെ കോടതികളിൽ ഇങ്ങനെ കേസുകൾ നടത്തുന്ന ആളുകൾ, വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ ചില ആളുകൾ വന്നിട്ട് വലിയ മത്സരങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് സർക്കാർ ഒരു സുതാര്യമായ രീതിയിൽ മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ നിലയിൽ തന്നെ പോകണം, മറ്റൊരു കേസിലേക്കോ ഒരു ലിറ്റിഗേഷനിലേക്ക് പോകാതെ കൊണ്ടുപോകണം. അതനുസരിച്ച് ഉടനെ തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാകും. ഒരു 2-3 ആഴ്ചക്കുള്ളിൽ കൊടുത്തു തുടങ്ങാൻ കഴിയുന്ന പ്രതീക്ഷിക്കും. അതെല്ലാം പോസ്റ്റിൽ അയക്കാൻ നിൽക്കില്ല, എല്ലാം അതാത് RTO ഓഫീസിൽ എത്തിക്കും. ഈ അച്ചടിയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉയരുന്നുണ്ട്. ഈ ITI കമ്പനിക്ക് 2023 ഏപ്രിലാണ് ഈ കരാർ നൽകുന്നത്. ഒരു മാസം മുൻപ് തന്നെ ചില സ്വകാര്യ കമ്പനികളിൽ അച്ചടി ആരംഭിച്ചെന്ന് സർക്കാർ രേഖകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതെനിക്കറിയത്തില്ല, അതിനെപ്പറ്റി ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല. അതിൽ അഴിമതിയും നടന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനൊന്നുമില്ല, അതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അതൊന്നും കാര്യമില്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ഒരുപാട് ലക്ഷക്കണക്കിന് ലൈസൻസ് അവർ കൊടുത്തു കഴിഞ്ഞല്ലോ. ഇനിയിപ്പം കൊടുക്കണ്ടേ? ഒരാൾ ജോലി ചെയ്താൽ കൂലി കൊടുക്കണ്ടേ? അത് കൊടുക്കും. ഇല്ല, അതെല്ലാം ക്ലിയർ അതറിയില്ല. പക്ഷേ ക്ലിയർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അച്ചടി ആരെങ്കിലും വയ്ക്കാൻ പറ്റില്ല. അതങ്ങനെ കാരണം ആരാണ് ഇതിൻ്റെ ഡോക്യുമെന്റ് കൊടുക്കുന്നത്? മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ. അവരായിട്ട് എഗ്രിമെന്റിൽ എത്താത്ത ഒരാൾക്ക് എങ്ങനെ അച്ചടി തുടങ്ങാൻ? അവർ വല്ല ഡ്യൂപ്ലിക്കേറ്റ് വല്ലതും അടിച്ചു തുടങ്ങി കാണും, അവരുടെ സാമ്പിൾ വല്ലതും അടിച്ച് കാണും. അല്ലാതെ ഒറിജിനൽ അടിക്കാൻ പറ്റില്ലല്ലോ. കാരണം നമ്മുടെ കമ്പ്യൂട്ടർ കിടക്കുന്ന സാധനമല്ലേ അത്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് MED കൊടുത്താലല്ലേ അവർക്ക് അടിക്കാൻ പറ്റും. അതൊക്കെ അടിസ്ഥാനരഹിതമായിട്ട് പറയുന്നതാണ്. അതൊന്നും കാര്യം. തപാലിന് ഒരുപാട് പൈസ ആവുന്നു. തപാലിൽ ചെല്ലുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ, തപാലിലെത്തിയിട്ട് ആളെ കിട്ടിയില്ലെങ്കിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർ മഞ്ചേശ്വരത്ത് നിന്ന് ആലുവയിൽ വരണം വാങ്ങിക്കാൻ. അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സുതാര്യമായി തന്നെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതായാലിപ്പം ബാക്കി ബൾക്കായിട്ട് അടിച്ച് വരുമ്പോൾ നമ്മൾ തപാലിൽ അയക്കാൻ എപ്പോഴും കിട്ടില്ല. അതിന് ഒരുപാട് പൈസ, തപാലിൽ അയക്കാൻ തന്നെ 4-5 കോടി 6 കോടി രൂപ ചിലവാക്കേണ്ട കാര്യം എന്തിനാണ് ഈ പൈസ കളയുന്നത്? പൈസ ഇല്ലാത്ത സമയത്ത്. അതുകൊണ്ട് കൊറിയറിൽ അതാത് ഓഫീസിലെത്തിക്കും. അവിടുന്ന് സുതാര്യതയോടെ കൊടുത്താൽ പോരെ, വെച്ച് ഹോൾഡ് ചെയ്യാൻ സമ്മതിക്കില്ല. അതിനാണ് ഈ നമ്മളൊരു ഇത് കൊണ്ടുവരുന്നത്, ഒരു ടോൾ ഫ്രീ നമ്പർ കൊണ്ടുവരുന്നത്. അത് വരുന്നതിന് മുമ്പ് തന്നെ ഒരു വാട്സാപ്പ് നമ്പർ കൊടുക്കും. ഇത് വരുന്നതോടി അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പറയാം. പിന്നെ ആ സ്ഥലത്ത് നമ്മൾ റിസപ്ഷനിൽ നിന്ന് തന്നെ അത് വാങ്ങാനുള്ള ഏർപ്പാടുണ്ടാകും. അകത്തോട്ട് കയറണ്ട. അതെ, അത് ഇല്ല ഉണ്ട്, കർശനമാക്കും. അത് ഉടനെ വരും. അത് ഏപ്രിൽ തുടക്കത്തോടുകൂടി നിലവിൽ വരത്തക്ക രീതിയിൽ, ഏപ്രിൽ 1-ാം തീയതിയുടെ വരത്തക്ക രീതിയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കേന്ദ്ര നിയമത്തിന് അടിസ്ഥാനമായിട്ടാണ്. കാരണം കുറച്ചുകൂടി നല്ല ഒരു ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് വേണം, വാല്യൂ ഉള്ള ലൈസൻസ്. നമ്മളിവിടെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നമ്മളീ കൊണ്ടുവരുന്ന പരിഷ്കാരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നിയമത്തിൽ പറയുന്ന കാര്യങ്ങളാണ്, അല്ലാതെ കയ്യിൽ നിന്നിട്ട ഒരു സാധനമില്ല. അത് കൊണ്ടുവരുമ്പോൾ നമ്മളത് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോവുകയും, കേരളത്തിൽ ഒരു ലൈസൻസ് എടുത്ത വ്യക്തിക്ക് ലോകത്ത് ഏത് രാജ്യത്തും പോയി ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ ലൈസൻസ് എടുക്കാൻ പറ്റും. പിന്നെ ലൈസൻസുകളുടെ എണ്ണം ലിമിറ്റ് ചെയ്യും. ഒരു ദിവസം പുതിയ ലൈസൻസ് ഒരു RTO ഓഫീസിൽ നിന്ന് 20 തന്നെ കൊടുക്കും. പഴയത് പരാജയപ്പെട്ടവർക്ക് 15 എണ്ണം അവർക്ക് ടെസ്റ്റ് നടത്തി 15 എണ്ണം, അങ്ങനെ 35 ലൈസൻസേ ഒരു RTO ഓഫീസിന് കൊടുക്കത്തുള്ളൂ. അതെ, ഇന്ത്യ ഈ പറയുന്ന ഒരു ആരോപണത്തിനും കഴമ്പില്ല. കാരണം ഇന്ത്യയിൽ ഏറ്റവും വില കുറഞ്ഞ നിലയിൽ ഈ കാർഡ് അടിച്ചു തരുന്ന ഈ കമ്പനി തന്നെയാണ് മറ്റ് സ്റ്റേറ്റുകളായിട്ട്. അല്ല, കേന്ദ്ര മാനദണ്ഡം അനുസരിച്ചുള്ള കാർഡ് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര മാനദണ്ഡം അനുസരിച്ചുള്ള കാർഡ് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. അതിന് ഈ ചിപ്പും ഒന്നും പറഞ്ഞിട്ടില്ല. ഈ വന്നുകൊണ്ടിരിക്കുന്ന കാർഡ് തന്നെയാണ് കേന്ദ്ര നിർദ്ദേശമുള്ള കാർഡ്. ഇത് തന്നെയാണ്, അത് തന്നെയാണ് അടിക്കുന്നത്. പിന്നീട് ഇപ്പോൾ പുതുക്കുന്ന കാര്യത്തിലാണ് വീണ്ടും നിയമക്കുരുക്ക് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിയമക്കുരുക്ക് വരാനുള്ള അല്ല, പുതുക്കാൻ നിയമക്കുരുക്കൊന്നുമില്ല. അത് മാറും, കുഴപ്പമില്ല. അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഓൾറെഡി അവരുമായി ഒരു എഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ടല്ലോ. അത് നിയമപരമായി തന്നെ വന്ന എഗ്രിമെന്റാണ്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അംഗീകരിച്ചതാണ്. അംഗീകരിച്ച ഒരു എഗ്രിമെന്റ് അല്ലേ. ആ എഗ്രിമെന്റിൽ എന്തെങ്കിലും മാറ്റം വേണമെന്നുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. ആ പേയ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് അത് ക്ലിയർ ചെയ്യും. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അതിനകത്തൊന്നൊരു ക്രമക്കേടോ അഴിമതി ഒന്നുമില്ല. വെറുതെ അങ്ങനെ നമ്മൾ ചിന്തിക്കുക വേണ്ട. അതുകൊണ്ടല്ല വരാത്തത്. സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കാലതാമസം വരുമ്പോൾ എന്തെങ്കിലും ഒരു അഴിമതി എൻ്റെ തലയിൽ വെച്ച് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ വന്നതല്ല, അങ്ങനെയൊന്നുമില്ല. കോടതിയുടെ ക്ലിയറൻസ് വാങ്ങിയിട്ട് തന്നെയാണ് ഈ കമ്പനി കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഏകപക്ഷീയമായിട്ട് ആരും തീരുമാനിച്ചതല്ല. അത്രയും അതിനകത്ത് ക്ലിയറാണ്. കോടതിയുടെ നിർദ്ദേശം കൊണ്ട് തന്നെയാണ് കൊടുത്തത്. കോടതിയെ കൊടുക്കൂ കണ്ടിന്യൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് കണ്ടിന്യൂ ചെയ്തത്. അല്ലാതെ ആരും സ്വന്തം ഇഷ്ടത്തിനെടുത്ത തീരുമാനം അങ്ങനല്ല.